കഴിഞ്ഞ വീഡിയോയിലെ മാർച്ച് 2020 നടന്ന പരീക്ഷയുടെ 18 ചോദ്യങ്ങളാണ് ഡിസ്കഷൻ കഴിഞ്ഞത്. ഇന്നത്തെ വീഡിയോയിലെ ബാക്കിയുള്ള പ്രോബ്ലംസ് നോക്കാം. The PMF of a discrete random variable x is given by x ന്റെ വാല്യൂസും തന്നിട്ടുണ്ട്, പ്രോബബിലിറ്റീസും തന്നിട്ടുണ്ട്. Obtain the mean of x. നോക്കൂ, എക്സിന്റെ വാല്യൂസ് തന്നിരിക്കുന്നത് എക്സ് വാല്യൂസ് 2, 3, 6. കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി തന്നിരിക്കുന്നത് 5/20, 6/20, 9/20. മീൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. മീൻ എന്നാല് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഡിസ്ക്രീറ്റ് കേസ് ആയതുകൊണ്ട് സിഗ്മ എക്സ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എക്സ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എക്സ്. എക്സിന്റെ ആദ്യത്തെ വാല്യൂ ഏതാണെന്ന് നോക്കൂ, 2. ഇപ്പൊ 2 ഇൻറ്റു കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി 5/20 പ്ലസ് എക്സിന്റെ നെക്സ്റ്റ് വാല്യൂ 3, കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി 6/20 പ്ലസ് എക്സിന്റെ നെക്സ്റ്റ് വാല്യൂ 6, കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി 9/20, which is equal to 2 into 5, 10/20 plus 3 into 6, 18/20 plus 6 into 9, 54/20. നോക്കൂ, ഡിനോമിനേറ്റർ സെയിം ആണ്. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ന്യൂമറേറ്റർ എല്ലാം കൂടെ സം ചെയ്യുക. അപ്പൊ 10 പ്ലസ് 18 പ്ലസ് 54 മൂന്നും കൂടെ സം ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 82/20. 82/20 എന്ന് പറഞ്ഞാല് 4.1 ആണ്. ഒന്നെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു വഴിയും കൂടെ പറഞ്ഞു തരാം. ഏതാണോ എളുപ്പം ആ വഴി പോവാട്ടോ. അപ്പൊ എക്സിന്റെ വാല്യൂസ് ഉണ്ട്, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഉണ്ട്. അപ്പൊ ഞാൻ അതിനെ കോളത്തിൽ എഴുതുന്നു. എക്സ് വാല്യൂസ് 2, 3, 6. Then probability of x 5/20, 6/20, 9/20. കോളം ബേസിൽ എഴുതി, അത്രേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യാം, എക്സ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടൊരു കോളം ഉണ്ടാക്കാം. അപ്പൊ 2 into 5/20 എത്ര കിട്ടും, 10/20. Then 3 into 6/20, അപ്പൊ 3 into 6 പറഞ്ഞാല് 18/20. Then 6 into 9, 6 into 9 എത്രയാ, 54/20. എന്നിട്ട് എന്ത് ചെയ്യാ, ഈ കോളത്തിന്റെ സമ്മ് കണ്ടുപിടിക്കുക. അപ്പൊ സിഗ്മ എക്സ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എക്സ്, ഈ കോളത്തിന്റെ സമ്മ് എന്ന് പറഞ്ഞാല് 10/20 പ്ലസ് 18/20 പ്ലസ് 54/20. ഇതെല്ലാം കൂടി ചേരുമ്പോഴുള്ള സമ്മ് എത്രയാണ്, 82/20. 82/20 തന്നെ വരും, വിച്ച് ഈസ് ഈക്വൽ ടു ആൻസർ എത്രയാ, 4.1. അപ്പൊ ഒന്നുകിൽ കോളത്തിൽ ചെയ്യുക, അല്ലെങ്കിൽ റോസിൽ ചെയ്യുക. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയന്റ് ആയി തോന്നുന്നത് ആ വഴിക്ക് പോവാം. ഓക്കെ, ഇനി അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വേരിയൻസ് ഓഫ് എക്സ് ആണ്. ഇപ്പൊ വേരിയൻസ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. വേരിയൻസ് ഓഫ് എക്സിന്റെ ഫോർമുല എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മീൻ ആണ്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു, 4.1 ആണ് എന്നുള്ളത്. പിന്നെ എന്ത് കണ്ടുപിടിക്കണം, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യണം. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എക്സ്. അതായത് ഡിസ്ക്രീറ്റ് കേസ് ആയതുകൊണ്ടാണ് സിഗ്മ യൂസ് ചെയ്തത്, വിച്ച് ഈസ് ഈക്വൽ ടു എക്സിന്റെ ആദ്യത്തെ വാല്യൂ ഏതാണെന്ന് നോക്കൂ, 2. അപ്പൊ 2ന്റെ സ്ക്വയർ 4 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എക്സ് 5/20 പ്ലസ് എക്സിന്റെ നെക്സ്റ്റ് വാല്യൂ 3. അപ്പൊ 3ന്റെ സ്ക്വയർ, 3ന്റെ സ്ക്വയർ എത്രയാ, 9 ഇൻറ്റു 6/20 പ്ലസ് എക്സിന്റെ നെക്സ്റ്റ് വാല്യൂ 6.
6ന്റെ സ്ക്വയർ 36 into corresponding probability 9/20, which is equal to 4 into 5 20/20 plus 9 into 6 54/20 plus 36 into 9 24 divided by 20, which is equal to, ഇവിടെയും ഡിനോമിനേറ്റർ സെയിം ആണ്. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ന്യൂമറേറ്റർ എല്ലാം കൂടെ സം ചെയ്താൽ മതി. അപ്പൊ 20 പ്ലസ് 54 പ്ലസ് 324 ഈ 3 നമ്പറും കൂടെ സം ചെയ്യുമ്പോൾ 398 ആണ് ആൻസർ. 398നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ വരുന്ന ആൻസർ 19.9. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയറേ ആയുള്ളൂ. ഇനി വേരിയൻസ് ഓഫ് എക്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എത്രയാ, 19.9 മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്താണ്, 4.1 ആണ്. അതിന്റെ എന്തും കൂടി ഉണ്ട്, സ്ക്വയറും കൂടെ ചെയ്യണം. which is equal to, സിംപ്ലിഫൈ ചെയ്യുക, 4.1ന്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നതിന് ശേഷം 19.9ൽ നിന്ന് 4.1ന്റെ സ്ക്വയർ മൈനസ് ചെയ്യുമ്പോൾ വരുന്ന വാല്യൂ 3.09. Question number 20. In an ANOVA, the total number of observation is 20. Total number of observation n equal to തന്നിരിക്കുന്നത് 20. And the number of treatment is 4. Treatment number of treatment K equal to 4. Then error degrees of freedom is dash. അപ്പൊ error degrees of freedom കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല n മൈനസ് കെ ആണ്. അതായത് 20 മൈനസ് 4 വിച്ച് ഈസ് ഈക്വൽ ടു ആൻസർ 16. അപ്പൊ error degrees of freedom കിട്ടുന്നത് 16. Explain the term assignable causes of variation and chance causes of variation in analysis of variance. അതായത് അസൈനബിൾ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. അതേസമയം ചാൻസ് കോസ് എന്ന് പറഞ്ഞു വിച്ച് ഈസ് ബിയോണ്ട് ദ ഹ്യൂമൻ കൺട്രോൾ, മനുഷ്യന്റെ കൺട്രോളിന് പുറത്തുള്ളതിനെയാണ് ചാൻസ് കോസ് എന്ന് പറയുന്നത്. ഈ ഡെഫിനിഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക. Then 21th question. In an agricultural experiment to compare 4 different fertilizers, each fertilizer applied to 4 plot each. The data on the yield of crop are summarized as follows. എന്നിട്ട് നമുക്ക് ഗ്രാൻഡ് ടോട്ടൽ ജീന്റെ വാല്യൂ തന്നിട്ടുണ്ട്. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻസ്, സ്ക്വയേഴ്സ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ്. ഇനി ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ട് അനോവ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ ചെയ്തു വരുമ്പോൾ സംഭവിക്കുന്നത് SSW സം ഓഫ് സ്ക്വയേഴ്സ് വിതിൻ സാമ്പിൾസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത്. അതുകൊണ്ട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന നമ്പർ എവിടെയോ തെറ്റുണ്ട്. Then question number 22. അതിലെ ഫസ്റ്റ് വൺ, ഇന്റഗ്രൽ 1/x⁵5 dx. 1/x⁵5 dx ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ താഴത്താണ് എക്സിന്റെ പവറുകൾ വരുന്നതെങ്കിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈ താഴത്തുള്ള പവറിനെ മേലെയാക്കുക. താഴത്തുള്ള പവർ മേലെയാവുമ്പോൾ വരുന്ന ചേഞ്ച്, ഈ 5 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് 5 ആണ്. അപ്പൊ ഇത് മേലെ വരുമ്പോ എന്തായി മാറും, -5 ആയി മാറും dx. ഇങ്ങനെ ആക്കി മാറ്റാദ്യം. അതിനുശേഷം x⁻n ഇന്റഗ്രേഷൻ, ഇന്റഗ്രൽ x⁻n dx. ഇന്റഗ്രേഷൻ എങ്ങനെയാ പഠിച്ചിരിക്കുന്നത്, x⁻n+1 ഡിവൈഡഡ് ബൈ n+1 പ്ലസ് c എന്നാണ് പഠിച്ചിരിക്കുന്നത്. അപ്പൊ n-ന്റെ പ്ലേസിൽ ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, -5. അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു x⁻⁻5 പ്ലസ് 1 ഡിവൈഡഡ് ബൈ -5 പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു x⁻5 പോസിറ്റീവ് ആണ്. വലിയ നമ്പറിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്തു, വലുതിന്റെ ചിഹ്നം ഇട്ടു. താഴത്തും അതേപോലെ ചെയ്തു, പ്ലസ് c. നോക്കൂ, ഇതിനെ ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യാം. -1/4 വെളിയിലേക്ക് എടുത്തു, 1 ഡിവൈഡഡ് ബൈ 4 നെഗറ്റീവ് ഉണ്ട്, അപ്പൊ വെളിയിലെടുത്തു. പിന്നെ ആരേ ഉള്ളൂ അവിടെ, x⁻⁻4 ഉള്ളൂ.
എക്സ് റേസ് ടു -4 നമുക്ക് എങ്ങനെ എഴുതാം? 1/x⁴ എഴുതാം. കാരണം x⁵ എക്സ് റേസ് ടു -5 എന്ന് എഴുതിയത്. അതേപോലെ x⁻⁻4 ആണെങ്കിൽ എങ്ങനെ എഴുതാം? 1/x⁴ എന്ന് എഴുതാം. പ്ലസ് സി. നോക്കൂ, ഇനി ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസില് ഒന്നും തന്നെ ഈ പറഞ്ഞ ആൻസർ കിട്ടിയിട്ടില്ല. ഓപ്ഷൻസ് തന്നതില് എന്തോ ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ: ഇഫ് ദ മാർജിനൽ കോസ്റ്റ് ഓഫ് എ പ്രൊഡക്ഷൻ യൂണിറ്റ് ഈസ് 3x² - 5x + 7, where x is the number of output units, find the total cost function. അപ്പൊ നമുക്ക് മാർജിനൽ കോസ്റ്റ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. മാർജിനൽ കോസ്റ്റ് ഫംഗ്ഷൻ തന്നിരിക്കുന്നത് 3x² - 5x + 7 എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ കോസ്റ്റ് ആണ്. അപ്പൊ മാർജിനൽ കോസ്റ്റിൽ നിന്ന് ടോട്ടൽ കോസ്റ്റിലേക്ക് കിട്ടാൻ ഇന്റഗ്രൽ ഓഫ് മാർജിനൽ കോസ്റ്റ് ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു മാർജിനലിൽ നിന്ന് ടോട്ടൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? മാർജിനലിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ നോക്കൂ, മാർജിനലിലെ ഫംഗ്ഷൻ എന്താണ്? 3x² - 5x + 7. ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യാ? ഇന്റഗ്രേറ്റ് ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു 3 കോൺസ്റ്റന്റ് ആണ് വെളിയിലെടുത്തു. ഇന്റഗ്രൽ x² dx മൈനസ്, അതായത് ആദ്യത്തെ ഫംഗ്ഷൻ മാത്രമാക്കി മാറ്റി, മൈനസ് ഇട്ട് കൊടുത്തു. ദെൻ അഗെയിൻ ഇന്റഗ്രൽ 5 കോൺസ്റ്റന്റ് ആണ്. 5x-നെയാണ് ഇനി കൺസിഡർ ചെയ്യണത്. 5x-ല് 5 കോൺസ്റ്റന്റ് ആണ്. പിന്നെ ആരേ ഉള്ളൂ? x മാത്രമേ ഉള്ളൂ. dx പ്ലസ് 7 വെളിയിലെടുത്തു. ഇന്റഗ്രൽ പിന്നെ ആരേ ഉള്ളൂ? 1 dx, വിച്ച് ഈസ് ഈക്വൽ ടു 3 തന്നെയാണ്. x² ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തായി മാറും? x⁻n + 1. അപ്പൊ 2 + 1. 2 + 1 എന്ന് പറഞ്ഞാല് 3 മൈനസ് 5 ഇൻറ്റു എക്സ്. എക്സിന്റെ പവർ ഇവിടെ 1. അപ്പൊ x⁻1 ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x⁻1 + 1. 1 + 1 2. 2/2 പ്ലസ് 7 തന്നെയാണ്. ഇന്റഗ്രൽ 1 dx. 1 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തായി മാറും? x ആയി മാറും. എന്നിട്ട് എന്ത് ചെയ്യും? പ്ലസ് സി. ഇതാണ് ആൻസർ. അനാലിസിസ് ഓൺ ദ സ്കോർ ഓഫ് 20 സ്റ്റുഡൻസ് ഇൻ തിയറി x ആൻഡ് പ്രാക്ടിക്കൽ പേപ്പർ y ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഗീവ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. അപ്പൊ ഇതാണ് ഡാറ്റ. The correlation coefficient between the mark in 2 paper is, രണ്ട് പേപ്പറുകളുടെ correlation coefficient 0.62 ആണ്. Estimate the score of a student in theory. തിയറിയിലുള്ള സ്കോർ ആണ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്. whose practical score is 39. അപ്പൊ പ്രാക്ടിക്കലിന്റെ സ്കോർ വൈയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. y 39 ആണെങ്കിൽ എക്സിന്റെ സ്കോർ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. തിയറിയുടെ സ്കോറാണ് പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ തിയറി പറയുമ്പോൾ അതിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന സിമ്പൽ എക്സ് ആണ്. അപ്പൊ എക്സിനെ പ്രെഡിക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫോർമുല എന്തായും മൈനസ് എക്സ് ബാർ ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ആണ് ഫോർമുല. ഇനി ബി എക്സ് വൈ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? ഇല്ല. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ബാക്കി ഇൻഫർമേഷൻ ആണ് നമുക്ക് ഈ കാണുന്ന ടേബിളിൽ തന്നിരിക്കുന്നത്. നോക്കാം എങ്ങനെയാണ് ബി എക്സ് വൈ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ബി എക്സ് വൈ ഈക്വൽ ടു കോറിലേഷൻ കോഎഫിഷ്യന്റ് ആർ ഇൻറ്റു, നോക്കൂ ആദ്യം എക്സ് അല്ലേ ഇവിടെ ഉള്ളത്. അപ്പൊ എന്ത് എഴുതാം? എക്സ് എഴുതാം, സിഗ്മ എക്സ് എഴുതാം. പിന്നെ ഉള്ളത് വൈ ആണ്. അപ്പൊ എങ്ങനെ എഴുതാം? സിഗ്മ വൈ എന്ന് എഴുതാം. പഠിക്കാൻ എളുപ്പം ഇങ്ങനെയാണ്. ബി എക്സ് വൈ ആണെങ്കിലും ബി വൈ എക്സ് ആണെങ്കിലും രണ്ടാണെങ്കിലും ആദ്യം 6 തന്നെയാണ്. 6 ഇൻറ്റു പിന്നെ ന്യൂമറേറ്ററിൽ ആരാ വരിക എന്നുള്ളത് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം നമുക്ക്. ഇവിടെ എക്സ് ആണെങ്കിൽ സിഗ്മ എക്സ്, ഇവിടെ വൈ ആണെങ്കിൽ സിഗ്മ വൈ. ഓക്കെ, അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എക്സും വൈയും തമ്മിലുള്ള കോറിലേഷൻ 0.62 ആണെന്ന് പറയുന്നുണ്ട്.
അപ്പൊ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു. 0.62 ഇൻറ്റു സിഗ്മ എക്സ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ആ ടേബിളിൽ പറയുന്നുണ്ട്. എക്സിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5.7 ആണ്. വൈന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിരിക്കുന്നത് 2.5. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ആൻസർ 1.41 ആയിരിക്കും. ദെൻ വീണ്ടും നമ്മൾ തിരിച്ചു വന്നു. അപ്പൊ എക്സ് മൈനസ് എക്സ് ബാർ എത്രയാണ് തന്നിരിക്കുന്ന ടേബിള്? മീൻ ഓഫ് എക്സ്, എക്സിന്റെ മീന് 40 വിച്ച് ഈസ് ഈക്വൽ ടു bxy 1.41 ഇൻറ്റു y മൈനസ് y ബാർ തന്നിരിക്കുന്നത് വൈന്റെ മീൻ എത്രയാ? 35. ഇനി വേണ്ടത് ഈ ഇക്വേഷനില് വൈന്റെ വാല്യൂ 39 ആണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വൈ ഉള്ളിടത്ത്. അപ്പൊ എക്സ് മൈനസ് 40 ഈക്വൽ ടു 1.41 ഇൻറ്റു വൈ ഉള്ള ഭാഗത്ത് 39 മൈനസ് 35. Then x minus 40 equal to 1.41 into 39 നിന്ന് 35 പോയാൽ 4. ഇനി 1.41 into 4 കാൽക്കുലേറ്റ് ചെയ്യുക. x minus 40 equal to 5.64 ആണെന്ന് കിട്ടും. ഇനി ഇതിൽ നിന്ന് x equal to 5.64 -40 ഈക്വൽ ടു ഇങ്ങേ ഭാഗത്തെത്തിയപ്പോൾ +40 ആയി മാറി. അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 45.64. പ്രാക്ടിക്കലിന് 39 മാർക്ക് ആകുമ്പോൾ തിയറി പേപ്പറിന്റെ മാർക്ക് 45.64 ആണ് എന്നാണ് കിട്ടിയിരിക്കുന്നത്. Question number 24. If the correlation coefficient between two variables x and y is 0.48, the correlation coefficient between x and 2y is same തന്നെ ആയിരിക്കും 0.48. അതായത് എക്സും വൈയും തമ്മിലുള്ള കോറിലേഷൻ 0.48 ആണ് എന്നിരിക്കട്ടെ. വേരിയബിളിൽ നിന്ന് ഏതെങ്കിലും ഒരു നമ്പർ മൈനസ് ചെയ്യുക, അല്ലെങ്കിലോ ഏതെങ്കിലും ഒരു നമ്പർ എക്സ് വേരിയബിൾ എല്ലാത്തിനും ഏതെങ്കിലും ഒരു നമ്പർ കൂട്ടി കൊടുക്കുക, അല്ലെങ്കിൽ ആ വേരിയബിളിന്റെ കൂടെ ഏതെങ്കിലും ഒരു നമ്പർ എല്ലാ വാല്യൂസിനും ഏതെങ്കിലും ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തു. ഇങ്ങനെ 4 ഓപ്പറേഷനിൽ ഏത് ചെയ്താലും, എക്സിന് ചെയ്താലും ശരി വൈന് ചെയ്താലും ശരി, എന്താണോ ആക്ച്വൽ കോറിലേഷൻ ആ കോറിലേഷനിൽ യാതൊരുവിധ ചേഞ്ചും വരില്ല. The ranks given by 2 judges to 7 students in a painting competition are given below. Find the rank correlation coefficient. ഒരു ചിത്രരചനാ മത്സരത്തിന് 2 വിധികർത്താക്കൾ 7 കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന റാങ്ക് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ എഗെയിൻ നിങ്ങൾ റാങ്ക് ചെയ്യേണ്ട കാര്യമില്ല, തന്നിരിക്കുന്ന ഡാറ്റ തന്നെ റാങ്ക് ചെയ്തിട്ടാണ്. റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല 1 - 6 ഇൻറ്റു സിഗ്മ d സ്ക്വയർ ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. അപ്പൊ ഇതിൽ അറിയാത്തത് ഈ ഡി മാത്രമേ അറിയാത്തുള്ളൂ. എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ് ക്വസ്റ്റ്യനിൽ പറയേണ്ടത്, 7 പേരുടെയാണെന്ന്. അപ്പൊ നോക്കൂ, ഡി എന്ന് പറഞ്ഞാല് റാങ്ക് ഓഫ് എക്സ് മൈനസ് റാങ്ക് ഓഫ് വൈ ആണ് ഡി. അതായത് റാങ്ക് ഓഫ് എക്സ് 3 minus 2 1, 5 minus 3, 5ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ 2, 1 minus 1, 7 minus 6, 2 minus 4, ഇപ്പൊ -2, 4 minus 7, 4 minus 7 -3, 6 minus 5 1. ഇനി ഡി സ്ക്വയർ എന്നാ പറയണത്. അപ്പൊ ഈ കോളത്തിന്റെ സ്ക്വയർ ഞാൻ ഇവിടെ തന്നെ സ്ക്വയർ ചെയ്യണു. ഡി സ്ക്വയർ 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ എന്തായി മാറി? 4 ആയി മാറി. 0ന്റെ സ്ക്വയർ 0 തന്നെ, 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്. -2ന്റെ സ്ക്വയർ -2 ഇൻറ്റു -2, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്, 2 ഇൻറ്റു 2 4, -3 -3 ഇൻറ്റു -3, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്, 3 ഇൻറ്റു 3 9, 1 ഇൻറ്റു 1 1. ഇതിന്റെ സ്ക്വയർ ആണ് ചെയ്തത്. സ്ക്വയറിന്റെ സമ്മാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അല്ലാതെ ഡി കോളത്തിന്റെ സമ്മല്ല.
അപ്പോൾ സ്ക്വയർ സം ചെയ്തു. സ്ക്വയർ സം ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 20. റാങ്ക് കോറിലേഷന്റെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് 6 ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ. സിഗ്മ ഡി സ്ക്വയർ 20 ഡിവൈഡഡ് ബൈ n, നമ്പർ ഓഫ് ഒബ്സർവേഷൻ 7 ഇൻറ്റു n-ന്റെ സ്ക്വയർ. 7-ന്റെ സ്ക്വയർ എത്രയാ? 49 മൈനസ് 1 which is equal to 1 minus 6 into 20, 120 divided by 7 into 48 which is equal to 1 minus ഇത് ഡിവൈഡ് ചെയ്യുക. 120-നെ 7 into 48 7 into 48 മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടുമോ ആ നമ്പർ വെച്ചിട്ട് 120-നെ ഡിവൈഡ് ചെയ്യണം. അന്നേരം കിട്ടുന്ന വാല്യൂ 0.357. ഇനി 1-ൽ നിന്ന് 0.357 മൈനസ് ചെയ്യുമ്പോൾ 0.643. If you like the video, please subscribe and press the bell icon.